കുഞ്ഞിനുമുത്തില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകണ്ട. എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. കുഞ്ഞിനുമുത്തി ഇല്ലാത്തതിൻ്റെ കാരണവും പിന്നെ ഞാൻ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യവും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് ഞാനിങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് ഇന്നൊരു വീഡിയോ എടുക്കാമല്ലോ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമല്ലോ എന്നൊക്കെയാണ് കേട്ടോ. കാരണം നമ്മളെ കേൾക്കാനും കുറച്ച് പേരൊക്കെ ഉണ്ടാവുന്നത് നമുക്കൊരു ആശ്വാസമാണല്ലോ. പ്രത്യേകിച്ചും എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങണില്ല, എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് പേര്, ഞങ്ങളോട് സ്നേഹമുള്ളവർ കുറച്ച് പേര് കേൾക്കുന്നുണ്ട്, അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻറ്റ്സ് തരുന്നുണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ നമുക്കും ഒരു ഉത്സാഹമാണ് കേട്ടോ കാര്യങ്ങളൊക്കെ വന്ന് പറയാനായിട്ട്. അപ്പം എന്താ പറയുക, ഇപ്പോൾ വലിയ മുടക്കമില്ലാണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയ കുറവുള്ളത് കുഞ്ഞിനുമുത്താന്ന് എനിക്കറിയാം. എല്ലാ വീഡിയോയിലും ഞാൻ ജസ്റ്റ് കുഞ്ഞിനുമുത്തിനെ കാണിക്കാറുണ്ടായിരുന്നു ആദ്യം. പക്ഷേ എനിക്കിത് നിങ്ങളോട് പറയാൻ തന്നെ ഇപ്പോൾ ഒരു മടിയാവുന്നുണ്ട്. കാരണം നിങ്ങൾ എന്നെ ഇതെന്തൊരു അന്ധവിശ്വാസിയായ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുമോ എന്ന് പോലും ഞാനിപ്പോൾ പേടിക്കാൻ തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണേ, അന്വിക്കുട്ടി ഉറങ്ങി. കുഞ്ഞിനുമുത്താണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് കുറച്ച് ഇടച്ചിലാണ്. ഞാൻ അതിൻ്റെ കാര്യമൊക്കെ പറയാം. അപ്പം ഞാൻ അയ്യപ്പസ്വാമിയുടെ പാട്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇന്ന് വേറെ ഒന്നും പിടിക്കില്ല, കാത്തും ഭാനുബാബിലും ഒന്നും പിടിക്കില്ല ആള്. അയ്യപ്പസ്വാമിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനുമുത്തിനെ കൊണ്ടുവരാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഷോർട്സ് ഒന്നും അങ്ങനെ ഇടുന്നില്ല. കാരണം കുഞ്ഞിനുമുത്തിനെ തന്നെ മെയിനായിട്ട് ഷോർട്സിൽ കാണിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഞാനൊന്നും പറയാതെ തന്നെ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിനുമുത്തിൻ്റെ വലിയ വലിയ വിശേഷങ്ങളൊന്നും പറയാതെ. പക്ഷേ അതിലൊരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനുമുത്തിന് ഒരുപാട് മാറ്റം വന്നു, ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളൊരിക്കലും അങ്ങനെ പറയുന്നവരൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, തികച്ചും പോസിറ്റീവായിട്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളൊരു അന്ധവിശ്വാസമായിട്ട് കാണരുത്. ഞാനിപ്പോൾ പല വട്ട അനുഭവമായി പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ഒക്കെ ചെറിയ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലത്തെ ഷോർട്സിലാണെങ്കിലും ഒത്തിരി പേര് പറഞ്ഞായിരുന്നു കുഞ്ഞിനിക്ക് നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ഒന്നും അല്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഒന്നും അല്ല. കാരണം സ്നേഹിക്കുന്നവരാരും മോശമായിട്ട് കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കില്ല അല്ലേ. പക്ഷേ എനിക്കറിയില്ല, ആരോ ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇത് 1 അല്ല 2 അല്ല, ഒരു 100ാമത്തെ അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു നല്ല വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മോന് വയ്യാണ്ടാവുന്നത്. അങ്ങനെ ഒരു അനുഭവം വന്നു. കറണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോണിലാണ് പാട്ട് വെച്ച് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ പാട്ട് നിർത്തി ഇപ്പോൾ ലൈറ്റ് ഇടാൻ മറന്നു, അതിന് വീണ്ടും പോയതാണേ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ആരും എന്നോട് തെറ്റായിട്ടൊന്നും തോന്നരുത്. അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, വീഡിയോ ഇട്ടു. ഒരു വൈകുന്നേരം ആയപ്പോൾ തൊട്ടങ്ങ് കുഞ്ഞിനിക്ക് ദേഷ്യമാണ് കേട്ടോ. ഭയങ്കര കരച്ചിൽ, വയറുവേദനയാണെന്ന് വിചാരിച്ച് അതിൻ്റെ മരുന്നൊക്കെ കൊടുത്തു. ഒരു മാറ്റവും ഇല്ല കേട്ടോ. സാധാരണ നമുക്ക് അറിയണത് വയറുവേദന വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര കരച്ചെന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉറങ്ങാൻ പറ്റണില്ല രാത്രി കിടന്ന്. ഇങ്ങനെ അസ്വസ്ഥതയാണ്. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, എന്നെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് അമർത്തുന്നു. അവന് എന്തോ ഒരു ബുദ്ധിമുട്ട്, അവന് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര ഇനി അതിൻ്റെ ഒന്നും ആയിരിക്കില്ലല്ലേ, എനിക്കും അറിയില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഇന്നവന് നല്ല ദേഷ്യമാണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുണ്ണീനെ കാണിക്കാതെ എന്ത് വീഡിയോ ഇടാനാണല്ലോ. എൻ്റെ മുഖം മാത്രം നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? കാരണം ഇത് നമ്മൾ കുഞ്ഞിനെക്കുട്ടിന് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ്. കുഞ്ഞിനുമുത്തിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് വല്ലപ്പോഴെങ്കിലും നമ്മൾ പുറത്ത് യാത്രയൊക്കെ പോകുന്നൊരു ഷോർട്സ് ഇടാലോ. നോർമലി ഉള്ള കുഞ്ഞുങ്ങളുടെ വീഡിയോസൊക്കെ അങ്ങനെ ഇടുന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടുന്നതിന് എന്താ കുഴപ്പമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടു. എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് അവൻ്റെ മാറ്റങ്ങൾ പറയരുത്. അതൊന്നും ഞാനിപ്പോൾ പറയാറില്ലല്ലോ, ഒന്നും പറയാറില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ കുറച്ച് ചാനൽ റീച്ച് ആവാനും ആളുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്താണ് എനിക്കറിയില്ല, എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇപ്പോഴും ആളാ മുഖം തെളിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഭയങ്കര വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും വീട്ടിൽ ഫുൾ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അവൻ്റെ മുഖത്ത് നിന്ന് ആ ചിരി മാഞ്ഞു പോകുമ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മാത്രമേ ആളത്ര കാര്യമായിട്ട് ചിരിക്കില്ല. അതിൽ വെറുതെ ഇങ്ങനെ ചിരിക്കില്ല കുഞ്ഞുണ്ണി. എന്തെങ്കിലും അത് പാട്ടൊക്കെ കേൾക്കുക, അവന് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ ചിരിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കുന്ന ഒരാളാണ്. ഊഞ്ഞാലൊക്കെ പറക്കും. പക്ഷെ ആളങ്ങ് ഭയങ്കരമായിട്ട് ഡള്ളായി പോയാലേ ആയിട്ടോ എന്താണെന്നറിയില്ല. അസുഖങ്ങളായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല,
അപ്പം ഞാനിപ്പോൾ എന്താ പറയുക കുഞ്ഞുമുത്തിനെ അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ ചരട് ജീവിച്ച് കിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. എൻ്റെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ലാണ്ടിരിക്കുകയാണേ, കാരണം വലിയച്ഛൻ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പെലയുള്ള സമയം, അപ്പോൾ ആ പെലയങ്ങ് തീർന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാനുണ്ട്. കാരണം ഇങ്ങനെ വരുമ്പോൾ ഞാനത് ചെയ്യും, എൻ്റെ മനസ്സിൻ്റെ വിശ്വാസമാണല്ലോ എല്ലാം. അപ്പോൾ അതങ്ങ് മാറിപ്പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞുണ്ണി വന്ന് എൻ്റെ കൂടെ ഇന്ന് ഇരിക്കാത്തതിൻ്റെ കാരണം ഇതാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു എന്തെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഞാൻ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യത്തിൽ പേടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അൻവികക്കുട്ടി എണീറ്റ് വന്നപ്പോൾ പോയതാണ് കേട്ടോ. അൻവികക്കുട്ടിക്ക് ഇപ്പോൾ അവിടെ കിടപ്പുറയ്ക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പണ്ട് കട നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇതുപോലെ ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു, ഗോൾഡ് കവറിങ്ങിൻ്റെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഒരു കുഞ്ഞു പാർലറും പിന്നെ തയ്യൽ പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ബിസിനസ് ഇതായിട്ട് തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ തന്നെയാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങളുടെ എത്ര പേരെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന്, എങ്കിലും ചെറിയ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ നമുക്ക് എന്താണ് സാമ്പത്തികമായിട്ട് നമുക്കൊരു കുറച്ചെങ്കിലും ഒരു നല്ല ഒരു നിലവാരത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മക്കളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുണ്ണിയുടെ ചാനലിൽ സ്ഥിരമായിട്ട് കുഞ്ഞുണ്ണത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത്, തെറാപ്പിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എഴുതാൻ പോവാണോ? എഴുതിക്കോ. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. മോനൊരു പാമ്പേഴ്സ് വാങ്ങിക്കാനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് തോന്നില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വരുമാനത്തിലാണ് നമ്മൾ സത്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പാമ്പേഴ്സ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക, എല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേന് ആൾക്കങ്ങൾ പറ്റാണ്ട് വരികയാണ് കേട്ടോ. വീട്ടിലെ ചിലവുകൾ 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനും കൂടി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന പണി വെച്ചിട്ട് ഞാൻ ഇനി വെറുതെ ഇരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം ആൾ പാർലറിൽ വരും, തയ്ക്കാനാണെങ്കിലും ചുരിദാറൊക്കെ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ അൻവിക്കുട്ടിയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, കുഞ്ഞിനുമുത്താണെങ്കിലും വലിയ പ്രശ്നമില്ല. സ്കൂളിൽ മഴയൊക്കെ മാറി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് സ്കൂൾ തുടങ്ങുമ്പോൾ സ്കൂളിൽ വിടണം. അപ്പോൾ ചിലപ്പോൾ എനിക്കും പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, വരുന്ന വഴിയെ കാണാമല്ലേ. അപ്പോൾ നിലവിൽ ഞാൻ ഓണത്തിനോടനുബന്ധിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ഡ്രസ്സ് എടുത്ത് ഓൺലൈനായിട്ട് സെയിൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാർലർ ടൈലറിങ് യൂണിറ്റ് എന്ന് പറയാനില്ല, ഞാൻ തന്നെ തയ്ച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താവും അറിയില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ചേച്ചി എടുക്കല്ലേ തമ്പുരു അലർജിക്ക് കഴിക്കുന്നതാണ് കേട്ടോ. വേണ്ട, ഈ കുഞ്ഞിത്തന്നെ അവിടെ കൊണ്ടുപോയി ഇതാ കുഴപ്പം, ചേച്ചി എന്നെ ഓടിക്കും. വേണ്ടത് ഇത് നോക്കി കുഞ്ഞോട് അവരോട് അർത്താണ് ഇത് മുഖത്ത് വയ്ക്കണേ അല്ല, ഇത് മുഖത്ത് വയ്ക്കണേ അല്ല. എഴുതി പഠിച്ചു വേണ്ട, ഞാൻ കളർ എടുത്ത് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ മറന്നു കേട്ടോ. അൻവിക്കുട്ടിക്ക് എഴുതാൻ വേണ്ടി കൊടുത്തിട്ട് പോന്നു. കുഞ്ഞിനുമുത്ത് അവിടെ പാട്ട് കേട്ടിരിക്കുകയാണ്. പിന്നെന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് മറന്നുപോയല്ലോ. പിന്നാണെങ്കിലും ഇത് ഷോപ്പ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് പോയി റെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അപ്പുറത്തൊരു മുറിയുണ്ട്, അത് ഞാൻ അതിന് വേണ്ടി തന്നെയാണ് അന്ന് അത് മനസ്സിൽ വിചാരിച്ചിരുന്നു. സ്റ്റെയർ കേസിൻ്റെ അടിയിൽ റൂം, ചെറിയൊരു കസേര ഇടാനും അതായത് ത്രെഡിങ് ചെയർ ഇടാനും ഒക്കെ പറ്റും. കൂടുതലും ത്രെഡിങ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ തയ്ക്കാനുള്ള മെഷീൻ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ തയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്ത് പോയി വാടക കൊടുക്കേണ്ട, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് 10 പൈസ സമ്പാദിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കും വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ വെച്ച് തന്നെ എനിക്ക് മുന്നോട്ട് പോകാം. പല കാര്യങ്ങളും മറച്ച് വെച്ചൊക്കെ മുന്നോട്ട് പോകാം. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. മോന് താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ അവനിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാനത് പൂർണ്ണമായിട്ട് നിർത്തിയത്. പിന്നെ എനിക്കും താല്പര്യമില്ല. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഓരോരോ നെഗറ്റീവുകൾ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ച് എഴുതുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോലെ. കാരണം അങ്ങനെയുള്ള മക്കളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ഓരോരോ ആളുകൾ പറയുന്നതല്ലേ. അപ്പം ശരിക്കും അതിലൊക്കെ എനിക്ക് ഇപ്പം മനസ്സിന് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ മോനെ വെച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കും എത്ര നന്നായി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന 100 പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന 1-2 പേര് കാണും. അപ്പോൾ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഇത്ര മോശം പറയുന്നതല്ലേ.
അല്ലേ, അത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എനിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ സമാധാനം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ മോനെ ആർക്കും ഇട്ട് കൊടുക്കണില്ല, അവനെ ഞാൻ സേഫാക്കി തന്നെ എൻ്റെ കൂടത്തിൽ നിർത്തിയേക്കാണ്. എന്താ പറയുക, ഒരു സംരക്ഷണ കവചം പോലെ ഞാൻ മാറ്റി നിർത്തിയേക്കാണ് അല്ലേ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. നിങ്ങൾക്കറിയാലോ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന്. അപ്പം അതുപോലെ ഓരോരോ നെഗറ്റീവുകളും കാര്യങ്ങളും വന്നെന്നാലും നമുക്ക് വരുമാനം കിട്ടും, ശരിയാണ്. പക്ഷെ ആ വരുമാനം ഞാൻ വേണ്ടെന്ന് തന്നെ വെച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ നമ്മളിലേക്ക് എത്തിപ്പെടും. നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ച് എത്രയോ പേരങ്ങനെ എന്നെ സമീപിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു ഇഷ്ടക്കേടാണ്, അവർ ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെ ആ തുകയൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ തുകയൊന്നുമില്ല കേട്ടോ, അങ്ങനെ അത്യാവശ്യം, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ കഴിഞ്ഞു കൂടിയിരുന്നു. പിന്നെ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് നിർത്തിയ സമയത്ത് തന്നെ കറക്റ്റ് പറഞ്ഞു, ഇനി എനിക്കിടരുത്, കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, ഞാൻ തന്നെയാണ് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനും എനിക്ക് അഭിമാനമുണ്ട് കേട്ടോ. വേണമെങ്കിൽ എനിക്കത് മറച്ചു വയ്ക്കാമായിരുന്നു. കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്, 1-2 പേരൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവരുണ്ട്. എനിക്ക് പൈസയായിട്ട് തരുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മോൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് വീഡിയോയിൽ പറഞ്ഞാൽ മതി, കുഞ്ഞിന് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിലാണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അങ്ങനെ ഒരു പണം ഞാൻ ആഗ്രഹിക്കണില്ല കേട്ടോ. അതായത് എൻ്റെ തമ്പുരുവിനെ, എൻ്റെ അൻവിക്കുട്ടീനെ വെച്ച് ചെയ്യാത്ത കാര്യം, എനിക്ക് കുഞ്ഞിന് മുത്തിന് അവന് വയ്യായിക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് അങ്ങനെ ഒരു പണം ഞാൻ ആഗ്രഹിക്കണില്ല. ഞങ്ങൾ നല്ല കഷ്ടപ്പാടിലാണ്. ഈ വീട്ടിലെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ കഴുത്തക്കിടങ്ങി ഈ കൊച്ചുമാല മാത്രമേ ഉള്ളൂ. ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു മുതലായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് പണയം വെച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് കൊണ്ട്, ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അതുകൊണ്ട് കുറച്ച് വസ്ത്രങ്ങൾ എടുക്കാം. എന്നിട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന അനുസരിച്ച്, എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നിങ്ങൾ വാങ്ങില്ലയോ എന്നൊന്നും നമ്മൾ, കാരണം ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ടൗണിലായിരുന്നല്ലോ. അപ്പോൾ ആ ടൗണിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കച്ചവടം നടക്കും. ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലാണ്, കുറച്ച് റോട്ടിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പം അത് നമുക്ക് ഓഫ്ലൈനായിട്ടുള്ള കച്ചവടം അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ, കയ്യിലൊന്നും ഇല്ലാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. പണ്ട് ഞാൻ കട തുടങ്ങിയ സമയത്ത് അന്ന് എനിക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു. ആ സ്വർണ്ണം കൊണ്ട് പണയം വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആ കട തുടങ്ങിയത്. പക്ഷേ ആ കടയിൽ നിന്ന് ഞാൻ ലക്ഷങ്ങൾ തന്നെ വരുമാനം ഉണ്ടാക്കിയിട്ടോ. മോനുണ്ടാവുന്നതിൻ്റെ തലേന്ന് വരെ ഞാൻ ആ കടയിൽ വർക്ക് ചെയ്തു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ല അഭിമാനമാണ് കേട്ടോ. കാരണം ഞാൻ 9 മാസം വരെ ഞാൻ ആ കടയിൽ വർക്ക് ചെയ്തു. അതിൽ എനിക്ക് വെഡ്ഡിങ് വർക്ക് വരുമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ വരുമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയായിരുന്നു കേട്ടോ. അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പണത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ആലോചിക്കുമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഒരിക്കലും എനിക്ക് പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എന്താണ് അവരിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ പൈസ ഇവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർ പറയില്ലേ, അവരോട് എപ്പോഴും കടം ചോദിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനിങ്ങനെ കടം ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും മടിയാണ് കേട്ടോ. എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും മറ്റൊരാളോട് കടം ചോദിക്കാൻ എനിക്ക് ഇപ്പോഴും മടിയാണ്. ഞാനതിങ്ങനെ എന്താ പറയുക, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ അങ്ങ് ജീവിക്കത്തേ ഉള്ളൂ. കാരണം നമ്മൾ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ ചിലപ്പോൾ അവരും ബുദ്ധിമുട്ടിലായിരിക്കും. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തരാതിരിക്കാനും പറ്റൂല, അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നാലും ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. കാരണം ഒരാൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല കഷ്ടപ്പാട് തന്നെയാണല്ലേ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ. അപ്പം മോനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഞാനിങ്ങനെ പൊതുക്കി വെച്ചേക്കാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഒരുപാട് പൈസ ചിലവാകുന്നു അങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ. എന്നാലും എല്ലാ മക്കളെയും പോലെ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും പോലെ കുട്ടനെയും നമുക്ക് നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക, അവരെ കഴിഞ്ഞ് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പം എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം അല്ലാത്ത രീതിയിലായി വന്നാൽ മാത്രമേ എനിക്ക് അവനെ കൊണ്ട് പനിക്കൂടി അംഗൻവാടി പോയി കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും 1-2 ദിവസമെങ്കിലും നമുക്കിവിടെയൊക്കെ ഈ ജില്ലയെങ്കിലും വിട്ട് ഒന്ന് മാറി നിന്ന് അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിച്ച് ഓക്കുപേഷൻ തെറാപ്പിയൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഇനിയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം വരുന്നൊരു മോനാണ്. അപ്പം നമ്മുടെ സാഹചര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ വീട്ടിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ മോൻ എത്രമാത്രം മാറുന്നുണ്ടെന്ന്. അപ്പോൾ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെ പറയുകയാണ്, എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ്, അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. കാരണം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും അപ്പോഴാണ് ആലോചിക്കുന്നത്, എൻ്റെ അമ്മ തന്നെ അത് പറഞ്ഞെങ്കിൽ സത്യമാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അമ്മേനോട് ചോദിച്ചു, നിനക്ക്
ഇനി എല്ലാം കൂടെ പറ്റുമോ? പറ്റും. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ കാണും, കാര്യങ്ങൾ ചെയ്യും. അപ്പം എന്താ പറയുക, വേറെ ഒന്നും വരുത്തരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ദൈവത്തോട്. കാരണം നമുക്ക് എന്താ പറയുക, ഫിസിക്കലി ഒക്കെ നമ്മൾ ഓക്കെ ആണെങ്കിൽ, ഹെൽത്ത് വൈസ് ഒക്കെ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ഇട്ട് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ കുഞ്ഞിനുമുത്ത് ഓക്കെ ആയിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പം ഇപ്പോൾ ആളവിടെ ഹാപ്പിയാണ്. എന്നാലും ഇനിയിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ പിടിച്ചിരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ശരി.